ഹലോ. ഹായ് ഗൈസ്. കൊച്ചു ബേബി ആളങ്ങോട് വളർന്നുവല്ലോ. ഈ പച്ചായനും വല്ലാതെ വളർന്നു. സെറ്റപ്പ് ഗംഭീരം. കണ്ട കുരുത്തെന്ന് പറഞ്ഞത് ഇതാ. കേട്ടില്ലേ ഈ പച്ചായനെ വിളിച്ചത്? അപ്പന്റെ സ്ഥാനം എനിക്ക്. ഇത് വെറും ചൈനീസ് മേക്കാ. വിലക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആക്യുറസി കുറവാ. പാപ്പനിട്ട് പിടിച്ച പെണ്ണമൊഴും. പിന്നെ ലോക്കലി വിലസാൻ ഇതൊക്കെ മതി. താഴെ അണ്ടർവേൾഡുകാർക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ പെപ്സിയോ സമൂസയോ? ഏയ് ഒന്നും വേണ്ട. എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. വാ നമുക്ക് അകത്തോട്ടിരിക്കാം. അപ്പൊ അണ്ടർവേൾഡുകാർക്ക് വിശക്കില്ലേ? അപ്പന്റെ ലോൺ എത്രയുണ്ട്? പലിശ അടക്കം കൃത്യം പറഞ്ഞ 10,62,612 രൂപ 55 പൈസ. ബേബിച്ചൻ നേരിട്ട് വന്നുകൊണ്ട് 10,62,612 രൂപ 55 പൈസയിൽ നിന്ന് 55 പൈസ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നശിക്കണി അങ്ങോട്ട് നശിക്കട്ടെ. സന്തോഷായില്ലേ? വളരെ സന്തോഷായി. ഒരു 11 രൂപയ്ക്ക് ഇത് മതിയാവുമെന്ന് നോക്കിയേ. ബേബിച്ച ഒന്നും വിചാരിക്കരുത്. എനിക്ക് നിന്റെ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതല്ലടോ സ്വർണ്ണേ. അതിനെന്താ, ഒരച്ചു നോക്കാമല്ലോ. ഒരച്ചാ മാത്രം പോരാ. പിന്നെ അകത്ത് വിളക്കുണ്ടെങ്കിൽ ഒരച്ചാ അറിയില്ല. അറക്കണം, നന്നായിട്ട് അറക്കണം. മോനെ ഇത് കൊണ്ടുപോയി അറുത്തുകൊണ്ടുവന്നേ. ഇത് ഒറിജിനലാ. ഇപ്പൊ വിശ്വാസമായല്ലോ? ഇല്ല, മൊത്തം അറക്കണം. നമ്മുടെ ഇടപാട് തീർക്കാനുള്ള സ്വർണമായി. സത്യം പറയാലോ ബേബിച്ച, ഇത്ര ഒറിജിനൽ സ്വർണ്ണമൊന്നും അടുത്ത കാലത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല അല്ലേ? ശരിയാ. അപ്പൊ നമ്മൾ തമ്മിൽ ഇടപാട് തീർന്നേ. ഓ, ഒരു വില വെച്ച് ഇത് കൂടെ അങ്ങ് എടുത്തോ. എനിക്ക് വഴിച്ചെലവിന് ഇച്ചിരി കാശ് വേണം. അറക്കണം. അറുത്തോ? നന്നായിട്ട് അറക്കണം. മോനെ കൊച്ചു ബേബി, വരുന്ന വഴിക്ക് നീ വീട്ടിൽ കയറിയില്ലേ? അവിടെ ആരിയിരിക്കുന്നു? അമ്മ. ആരുടെ? അപ്പനൊരു കാര്യം ചെയ്യും, ഈ ടാക്സിയെ പോയിക്കോ. ഞാൻ പിന്നാലെ വന്നേക്കാം. ഇച്ചിരി പണിയുണ്ട്. എടാ കൊച്ചു ബേബി, ഇവന്മാരെല്ലാം നിന്റെ കൂടെ വന്നവന്മാരാണോ? അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. നീ ഈപ്പനെ എന്നാ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യും. അപ്പം കയറിയട്ടെ. Come on, boys. അപ്പൻ ഏത് കോപ്പിൽ അപ്പനാപ്പ? ഞങ്ങൾ 3-4 മക്കൾ ഈ രാജ്യത്ത് ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോ അപ്പനൊരു വാക്ക് ചോദിക്കായിരുന്നില്ല അപ്പ. ഇതാണോ അപ്പൻ? എന്നാ അപ്പൻ? അമ്മച്ചി, ഇത് വേണ്ടായിരുന്നു. വേറെ ആരെയും കിട്ടിയില്ലേ? കിട്ടി. നിന്റെ കാര്യം പറഞ്ഞ് ഞാനും നിന്റെ അമ്മയും എന്നും വഴക്കായിരുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്, പ്രത്യേകിച്ച് നിന്റെ മുഖത്തുള്ള ആ പരട്ട മറുക്. എനിക്ക് ആളറിയാം. അപ്പനെ കൊണ്ട് അത് പറയിപ്പിക്കല്ലേ മോനെ. അപ്പൻ എന്നെ ഉറപ്പിച്ചോണ്ടാ കള്ളം പീലിയുടെ താവടിന്ന് പൊന്നു മേടിച്ചത്. അറുത്ത് നോക്കിയിട്ടാ മേടിച്ചത്. ഓ, തൊലിച്ചു നോക്കി. അപ്പാ, ഇപ്പൊ ബോംബെയിലൊക്കെ അറുത്താ പിടികിട്ടാത്ത മറിമായുണ്ട്. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണം. പ്യൂരിറ്റി ടെസ്റ്റ്. തുമ്മിച്ചാൻ അറിഞ്ഞു ഇവിടെ നടന്ന പുലി വല്ലതും? മോനെ തൊമ്മി, കരിസ്മാറ്റിക്കിന് ചേർന്ന് കുടി നിർത്തിന്ന് പറഞ്ഞിട്ട് ദുശീലങ്ങളെല്ലാം പൂർവ്വശക്തിയോടെ തിരിച്ചു വന്നല്ലോ മൂത്ത മോനെ. തുപ്പി വൃത്തികെട്ടവൻ. കാഴ്ചക്ക് സ്വർണം തന്നെയാ. അതെ, എന്നാലും നീ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നുന്നു. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണോ? ഇനി നാളെ ആവട്ടെ. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണമെങ്കിൽ സിറ്റിയിലേക്ക് പോകണ്ടേ? എനിക്ക് ഉറക്കം വരുന്നു. അവൻ സ്ഥലം വിട്ടാലോ? എന്ത് ഈ വെള്ളപ്പുറത്താ? സ്വയം ഉണ്ടാക്കി വെച്ച പുലിവാലല്ലേ, പരിഹരിക്ക്. അല്ല, ഇവൻ എന്നാ ഈ മുറുക്ക് തുടങ്ങിയ?
ഇവൻ എന്താ പറ്റിയേ? ഈ അപ്പന് ഉറക്കമില്ല. എന്താപ്പാ? തൊമ്മി, നീ എവിടുന്ന വരണേ? ഞാൻ ടൗണിൽ നിന്ന്. അപ്പൊ എന്റെ പൊന്നു കൊണ്ടുപോയതാരാ? അപ്പന്റെ പൊന്നല്ലേ അപ്പ ഞാൻ. അയ്യോ, ആൾമാറാട്ടം, മുഖം മൂടിക്കള്ളൻ, എന്റെ പൊന്നു മുഴുവൻ പോയേ. എടാ ഓടിവായോ, എടാ പീറ്ററെ ഓടിവായോ. അപ്പ എന്താപ്പാ? അപ്പ കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനം കംപ്ലീറ്റ് ഉണ്ട്. ആ കാലമാടൻ അതൊക്കെ ഒന്ന് അറത്തു. ഓ, അല്ലെങ്കിലും ഇത് ഒരുക്കാനുള്ളതല്ലേ. അപ്പൊ ബേബിച്ചായ ഞങ്ങൾ മടങ്ങുക. രാത്രി യാത്രയില്ല. ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ബേബിച്ചായ സെന്റിമെന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇനി എന്നാ അങ്ങോട്ട്? ഇനി ഏയ് വേണ്ട, നിങ്ങളെങ്കിലും സമാധാനമായി ജീവിക്കുക. ഒരിക്കലും മടങ്ങി വരരുത്. എന്താന്നറിയില്ല, ആകെ ഒരു തരിപ്പ്. മോനെ പീറ്ററെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? തൊമ്മിച്ചാനും ജോണിയും കൂട്ടിപ്പോയി അവനോടൊന്ന് തല്ലി നോക്കാം. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ പീറ്ററെ? തല്ലിയാലും നമ്മൾ ജയിക്കില്ല തൊമ്മിച്ച. ജയിച്ചാലും ജയം പിടിച്ചു തീർത്താൻ നമ്മൾ പ്രയാസപ്പെടും. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നമുക്കുണ്ട്. സോ കൗശലപൂർവ്വം കാത്തിരിക്കാം. പഴയതുപോലെ 6 നീന്തി രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്ന കാലം വരും. അതുവരെ എലി കിടന്ന് ചുമ്മാ കളിക്കട്ടപ്പാ, നമുക്കത് കണ്ടു രസിക്കാം. പൂച്ചയ്ക്കും വേണ്ട ഒരു അല്പസ്വല്പ എന്റർടൈൻമെന്റ്സ്. എന്റെ 3.5 കിലോ സ്വർണം വെച്ച എലി കളിക്കണേ, അത് ഓർമ്മ വേണം പൂച്ചയ്ക്ക്. ഈ ആൾമാറാട്ടം അറക്കളം പീലിയുടെ മാത്രം വകയൊന്നും അല്ലല്ലോ. വല്യപ്പച്ചായനും അറിഞ്ഞുകൂടായിരുന്നോ? കുറേശ്ശെ. എന്റെ അപ്പൻ ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പനറിയില്ല ഇതൊന്നും. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടുപോയി.